സാധാരണക്കാരന് അത്താണിയായിരുന്ന തൊഴിലുറപ്പ് പദ്ധതിയെ കേന്ദ്ര സർക്കാർ തകർത്തത് ഘട്ടം ഘട്ടമായുള്ള ഗൂഢനീക്കങ്ങളിലൂടെയാണ്. ആദ്യം തൊഴിലുറപ്പ് ഫണ്ടും പിന്നീട് തൊഴിൽ ദിനങ്ങളും വെട്ടിക്കുറച്ചതിന് പിന്നാലെയാണ് പദ്ധതിയുടെ സാമ്പത്തിക ബാധ്യത സംസ്ഥാനങ്ങളുടെ തലയിൽ കെട്ടിവയ്ക്കുന്നത്. തൊഴിലുറപ്പ് പദ്ധതി മാതൃകാപരമായി നടപ്പാക്കുന്ന കേരളത്തിന് ഇത് വലിയ തിരിച്ചടിയാകും. കേന്ദ്രത്തിന്റെ നടപടിക്കെതിരെ രാജ്യവ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. 2004 ഒന്നാം UPA സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഇടതുപക്ഷത്തിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് ആരംഭിച്ചതാണ് തൊഴിലുറപ്പ് പദ്ധതി. ഇടതുപക്ഷമില്ലാത്ത രണ്ടാം UPA സർക്കാരിന്റെ കാലത്ത് തന്നെ തൊഴിലുറപ്പ് പദ്ധതിയെ ദുർബലപ്പെടുത്താനുള്ള ശ്രമം ആരംഭിച്ചിരുന്നു. പദ്ധതി ഫണ്ട് വൻതോതിൽ വെട്ടിക്കുറയ്ക്കാൻ ആരംഭിച്ചത് ഈ കാലത്താണ്. എന്നാൽ തുടർന്ന് അധികാരത്തിലേറിയ BJP സർക്കാർ പദ്ധതി പൂർണ്ണമായി ഇല്ലാതാക്കാനുള്ള ആസൂത്രിത ശ്രമങ്ങൾ ആരംഭിച്ചു. ഫണ്ട് വെട്ടിക്കുറച്ചും കൂലിയിൽ കുടിശ്ശിക വരുത്തിയും തൊഴിൽ ദിനം വെട്ടിക്കുറച്ചും പദ്ധതി ഇല്ലാതാക്കാനാണ് BJPയും കേന്ദ്ര സർക്കാരും 10 കൊല്ലമായി ശ്രമിച്ചിരുന്നത്. അതിന്റെ അന്തിമഘട്ടമാണ് VBG റാംജി ബിൽ. രാജ്യത്ത് ഏറ്റവും മാതൃകാപരമായി തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കുന്ന സംസ്ഥാനമാണ് കേരളം. രാജ്യത്ത് 100 ദിവസം തൊഴിൽ നൽകിയ കുടുംബങ്ങളുടെ എണ്ണത്തിൽ കേരളം 2ാം സ്ഥാനത്താണ്. എന്നാൽ പുതിയ മാറ്റങ്ങൾ സംസ്ഥാനത്തിന് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടാക്കും. പദ്ധതിയുടെ ഫണ്ടിംഗ് പാറ്റേണിലെ മാറ്റമാണ് ഏറെ ദോഷകരമാവുക. 60:40 അനുപാതത്തിൽ ചെലവിന്റെ പകുതിയോളം തുക സംസ്ഥാനത്തിന്റെ ചുമലിൽ കെട്ടിയേൽപ്പിക്കുന്നതാണ് പുതിയ നിയമം. അതേസമയം തീരുമാനങ്ങൾ എടുക്കുന്നതിൽ സംസ്ഥാനത്തിന് ഒരു പങ്കാളിത്തവും ഉണ്ടാവുകയുമില്ല. ഇതോടൊപ്പം അധികമായി സൃഷ്ടിക്കുന്ന തൊഴിൽ ദിനങ്ങളുടെ ബാധ്യതയും സംസ്ഥാനം ഏറ്റെടുക്കേണ്ടി വരും. ഇതോടെ തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കുകയെന്നതാണ് കേന്ദ്രത്തിന്റെ ലക്ഷ്യം. BJP സർക്കാരിന്റെ നടപടിക്കെതിരെ രാജ്യവ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.